Hi dears, welcome back to my channel. അപ്പോൾ പഴം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരം നമുക്ക് കണ്ടു നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ വൈകുന്നേരം ചായക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങിക്കോട്ടോ. അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 പഴം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പലഹാരം ഏത് പഴം വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തൊലിയെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്തിട്ട് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഒരു പഴം ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നല്ല പഴുത്തിട്ടുള്ള പഴമാണെങ്കിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്കൊരു 1/4 കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് ഏലക്ക പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴം അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് 1-2 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചധികം സമയം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ ഇതുപോലെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നല്ല ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ നല്ല ടൈറ്റാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ തവി കൊണ്ട് കോരി ഒഴിക്കാനായിട്ട് കഴിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിരുന്നു. ഇനി ഞാനിവിടെ ചൂടായ ഓയിലിലേക്ക് ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞ ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് വേവിച്ചെടുക്കാൻ. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. എന്നിട്ട് ഒരു ഭാഗം ബ്രൗൺ നിറാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഭാഗം നല്ലപോലെ ബ്രൗൺ നിറായിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അല്ലാതെ തിരിച്ചിടുമ്പോൾ ഇതിൻ്റെ മേൽഭാഗം ചിലപ്പോൾ ഒന്ന് പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഭാഗം നല്ലപോലെ ആയിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ ഓവറായിട്ട് പഴുത്ത് പോകുന്നുണ്ടെങ്കിലൊക്കെ നമുക്കിതുപോലെ തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്